ഹായ് അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മളൊരു ഫ്രൈഡ് റൈസിൻ്റെയും ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റൈസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. അപ്പോൾ 4 മുട്ട, സവാള, ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്, ചിക്കൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തേക്കാണ്, പിന്നെ സ്പ്രിംഗ് ഒനിയനും. അപ്പോൾ നമുക്കിനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം, പെപ്പർ പൗഡർ, കുറച്ച് സോയാ സോസ്, കോൺഫ്ലവർ പൊടി. നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കൊരു പാനിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് നമ്മൾ ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ മുട്ട നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലോട്ട് മസാല ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് അതേ ഓയിലിൽ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്, സവാള, ക്യാരറ്റ്, ബീൻസ് എല്ലാം കൂടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലോട്ട് നമ്മൾ സ്പ്രിംഗ് ഒനിയനും മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് ഓവർ കുക്ക് ആവാൻ പാടില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യണത്. നമുക്കിതിലോട്ട് കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലോട്ട് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊരിച്ച് വെച്ച ചിക്കനും മുട്ടയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ചും കൂടി സ്പ്രിംഗ് ഓനിയനും മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ മസാല റെഡി. അപ്പോൾ ഇനി നമുക്ക് റൈസിലോട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ 1 കിലോ അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഉപ്പ്, ചെറുനാരങ്ങ, സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കഴുകി വെച്ച അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഊറ്റി മാറ്റിയെടുക്കാം. അപ്പം നമ്മൾ റൈസ് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. മുകളിലോട്ട് നമ്മളാക്കി വെച്ച മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മസാലയും ചോറും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ കയ്യിൽ കൊണ്ടിട്ട് ആക്കുമ്പോൾ റൈസൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് ചോറ്. അപ്പോൾ നമ്മൾ ഇടയിൽ കുറച്ച് മസാല ഇട്ടിട്ട് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും സ്പ്രിംഗ് ഒനിയനും ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പെപ്പർ പൗഡറും കൂടി ഈ സമയത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കഴുകി വെച്ച ചിക്കനിലോട്ട് ഒരു കോഴിമുട്ട, ഉപ്പ്, പെപ്പർ പൗഡർ, സോയാ സോസ്, കോൺഫ്ലവർ പൊടി, കുറച്ച് കളറും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇനി നമ്മളൊരു പാനിലോട്ട് എണ്ണ ഒഴിക്കുക. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിക്കാക്ക് പള്ളിയിൽ പോകാനുള്ള സമയം വെള്ളിയാഴ്ചയാണ്. പിക്ക പള്ളിയിൽ പോവാണ്. അപ്പോൾ മോനവിടെ നിന്നിട്ട് ടാറ്റ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇക്ക വരുമ്പോഴേക്കും നമുക്ക് ഫുഡ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ചിക്കനും കൂടിയും ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു സോസ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് സോയാ സോസും കൂടി വെച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ മുളകും പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഗ്രീൻ ചില്ലി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സവാള ഒന്ന് അധികം വാടണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആക്കി വെച്ച സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മുളകും പൊടിയുടെ ഒക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്തപ്പോൾ നമുക്ക് പാത്രത്തിൽ സ്ഥലമില്ലാന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളൊരു ചീഞ്ചട്ടിയിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ടത്. നമുക്കിതിലോട്ട് ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ കുറച്ചും കൂടി കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ക്ലിപ്പ് നമുക്കിതിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ആരും അത് സ്കിപ്പ് ചെയ്യണ്ട. നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് സ്പ്രിംഗ് ഓനിയനും മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ക്ലീനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ഇക്ക പള്ളിയിൽ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് റൈസ് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കനെ ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കണ അതേ ടേസ്റ്റും സ്മെല്ലും ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ വീട്ടിൽ. ഈസി റെസിപ്പിയാണ്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിക്കുക. അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.